കൃത്യതാ ഒരു ഐഡിയ, നമുക്ക് വൈൻ ഉണ്ടാക്കിയാലോ? വൈ നോട്ട്? അതിന് കൃത്യണ്ട് വൈൻ ഉണ്ടാക്കാൻ അറിയാമോ? 8ാം ക്ലാസ്സിൽ വെച്ച് സ്വന്തം വീട്ടിൽ വൈകിട്ട എന്നോട് വൈൻ ഉണ്ടാക്കാൻ അറിയാവുന്ന വൈ നോട്ട് ബേബി, കം ഓൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ അതിനെ ഒരു ആവേശമായി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും 2 ബോക്സ് ഒക്കെ എടുത്തിട്ട് ബ്ലാക്ക്ബെറി പറിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കനാൽ റോഡാണെന്നും അവിടെ ഇഷ്ടം കണക്കിന് ബ്ലാക്ക്ബെറിയാണ്, നമ്മൾ നിന്ന് പറിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇഷ്ടം പോലെ പറിച്ചെടുക്കാം. ഒരു മുള്ളുണ്ട് ഇതിനകത്ത്. മുള്ളുണ്ട്. അപ്പോൾ മുള്ളിനെ കഴുകി കളയേണ്ടി വരുമോ? അത് സാറല്ലേ, വൈനിടാനായിട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല. നേരം വെളുക്കുന്നിടന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇത് നിറയും കേട്ടോ. സമ്മർ ടൈമിൽ UK എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറിയും അതുപോലെ തന്നെ റെഡ് ബെറിയും. ആദ്യം ഞങ്ങൾക്കിതൊരു പേടിയായിരുന്നു, ഇത് കഴിക്കാൻ തന്നെ പറ്റുന്നത് തന്നെയാണോ, അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു നമുക്കിത് കഴിക്കാം, ബട്ട് വി നീഡ് ടു വാഷ്, നല്ല പോലെ വാഷ് ചെയ്യണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല കിളികളും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് കാരണം നമ്മളിതിനെ നല്ല പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാവുന്നത് തന്നെയാണെന്ന്. അപ്പോൾ ഒരുപാട് നിൽക്കുന്ന കണ്ടപ്പം ഞങ്ങൾക്ക് തോന്നി എന്നാൽ പിന്നെ ഇതിനെ പറിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് ആക്കിയാലോ യൂസ്ഫുള്ളായിട്ട്. അതായത് ഈ ടൈമിൽ നമുക്കിത് കിട്ടത്തുള്ളൂ, ഈ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നെക്സ്റ്റ് ഇയറിലേ കിട്ടത്തുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജാമോ അല്ലെങ്കിൽ വൈനോ ഉണ്ടാക്കിയാലോ ഒന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോയി പറിച്ചതാണ് ബ്ലാക്ക്ബെറി. ഒരുപാട് കിട്ടി കേട്ടോ, നിന്ന് പറിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഇഷ്ടം പോലെ കിട്ടും, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു 10-20 ദിവസം മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിലിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. ബ്ലാക്ക്ബെറിയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒട്ടനവധിയാണ്, ഇത് പലർക്കും അറിയത്തില്ല. ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിന് ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ പോലും തെളിയിക്കുന്നത്. പൊട്ടാസ്യം ഇവയിൽ അധികം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല രക്തസമ്മർദ്ദം കുറയ്ക്കാനും ബ്ലാക്ക്ബെറി സഹായിക്കുന്നു. പിന്നെ ഇത് ശരിക്കും ഒരു നാച്ചുറൽ കളറാണ്, നമ്മുടെ ശരിക്കും നാച്ചുറൽ കളറാണ്. നമുക്കിതിനെ നല്ല പോലെ ഈ ബ്ലാക്ക്ബെറീനെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും ഗ്രാമ്പുവും പിന്നെ കുറച്ച് ഏലക്കയും നമ്മുടെ ഒരു എസൻസും എല്ലാം കൂടെ ഒന്ന് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക. ഞങ്ങൾ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്തത്. ഇനി കുറച്ച് നേരം ഇതിനെ തണുക്കാൻ അനുവദിക്കുക. ഇത് വൈൻ്റെ ജാറില്ലാത്തതുകൊണ്ട് നമ്മൾ കള്ളുകുപ്പിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് കുപ്പിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. കുപ്പിയുടെ ഒരു ഹാഫ് വരെ നമ്മളത് ഒഴിച്ച് ഫില്ല് ചെയ്ത് അടച്ച് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി പിന്നെ ഒരുപാട് ബ്ലാക്ക്ബെറീസ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി കുറച്ചുകൂടെ പറിച്ച് ഇതിൻ്റെ ഗ്യാപ്പിൽ പറിച്ച് ഞങ്ങൾ ജാം ഉണ്ടാക്കി. കിടിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന സമയത്ത് തലേന്ന് ഞങ്ങൾ പറിച്ച് വെച്ചു. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് കിടിച്ചേട്ടൻ ഓൾറെഡി ജാമിലാക്കി വെച്ചിരുന്നു. പിന്നെ നല്ലപോലെ തണുത്ത ശേഷം നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഒരു കുപ്പിയിലേക്ക് ഞങ്ങളതിനെ മാറ്റി. അങ്ങനെ 21 ഡേയ്സ് കഴിഞ്ഞു കേട്ടോ. കലണ്ടറിലൊക്കെ എണ്ണി ഞാൻ വട്ടമിട്ട് വെച്ചേക്കാണ് 21 ഡേയ്സ് കഴിയുന്നത് നോക്കി. ഇനി നമുക്കിതിനെ നല്ല പോലെ അരിച്ചെടുക്കണം. നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഇതൊരു നമ്മൾ നല്ല ഉണങ്ങിയ കുപ്പിയിൽ ഒഴിച്ചു വെക്കണം, അല്ലെങ്കിൽ പൂപ്പലൊക്കെ പിടിക്കും. ഇത് ആദ്യം നമ്മൾ ഒഴിച്ചു വെക്കുമ്പോൾ നല്ല ഉണങ്ങിയ കുപ്പിയിൽ വേണം കേട്ടോ ഒഴിച്ചു വെക്കാൻ. അതുപോലെ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി പറയാനും, നമ്മൾ ആദ്യത്തെ ഒരു 2-3 ദിവസം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതുണ്ടാക്കി എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലായിരുന്നു. എത്രയും വേഗം ഇതൊന്ന് റെഡിയാക്കി ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ എനിക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ എങ്ങനെയെങ്കിലും 21 ഡേയ്സ് കഴിച്ചു കൂട്ടി നമ്മളിപ്പോൾ ലാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തു. ഒരു നാരങ്ങ അച്ചാറും കൂട്ടി ഞങ്ങൾ രണ്ടും കൂടെ വൈനടിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ചിയേഴ്സ്.